കണക്കുകൂട്ടിയുള്ള കാത്തിരിപ്പെല്ലാം കഴിയുന്നു. സ്ട്രോങ് റൂം തുറന്നു. നിലമ്പൂരിൽ സ്ട്രോങ് റൂം തുറന്നു. വോട്ടെണ്ണാൻ പോകുന്നു. നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു. 7:29 19 സെക്കൻഡ് 7:30 സമയം. ഒരു 2-3 സെക്കൻഡ് മുൻപേ കയറിയിരിക്കുന്നു. സ്ട്രോങ് റൂം തുറന്നു. പെട്ടിയിൽ ആരാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഉദ്വേഗം. അതിനുള്ളിൽ വെച്ചിരിക്കുന്ന പെട്ടികളിൽ ആരുടെ മനസ്സാണ്, ആർക്കൊപ്പമുള്ള മനസ്സാണ്, ആരുടെ വോട്ടിലാണ് കുത്തിയിരിക്കുന്നത് എന്നുള്ള നിർണായകമായ കാത്തിരിപ്പിന്റെ മിനിറ്റുകളിലാണ് നമ്മൾ. പെട്ടി പൊട്ടിക്കാണ് മക്കളെ. ആര് പൊട്ടും? 2021 24 റൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇക്കുറി ഓക്സിലറി ബൂത്തിന്റെ എണ്ണത്തിലുള്ള മാറ്റം കൊണ്ട്, അന്ന് കോവിഡിന്റെ ഒക്കെ സാഹചര്യത്തിലായിരുന്നു അങ്ങനെ ബൂത്തുകളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നത്. അന്ന് 2021 24 റൗണ്ടായി ആണ് നിലമ്പൂരിലെ വോട്ട് എണ്ണിയതെങ്കിൽ ഇത്തവണ 19 റൗണ്ടിലാണ് ഈ വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. EVM മെഷീനുകൾ പുറത്തെടുക്കുകയാണ്. EVM മെഷീനുകൾ പുറത്തെടുക്കുന്നു. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങാൻ പോകുന്നു. ആദ്യം സർവീസ് വോട്ടുകൾ, പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടെ എണ്ണിയതിന് തൊട്ട് പിന്നാലെ എണ്ണാൻ പോവുകയാണ് EVM മെഷീനിലെ വോട്ട്. ആദ്യ റൗണ്ടിന്റെ ഫലം വരുമ്പോൾ അത് ഫലസൂചനയായി മാറും, തർക്കമില്ല. ആദ്യ റൗണ്ടിന്റെ ഫലം വരുമ്പോൾ അത് ഫലസൂചനയായി മാറും. UDF ലീഡെങ്കിൽ LDF വലിയ പ്രതീക്ഷ നൽകുന്നതായിരിക്കും. ആദ്യ റൗണ്ടിന്റെ സൂചന വലിയ ലീഡ് UDF ഉണ്ടെങ്കിൽ അത് UDF ഒരു ആത്മവിശ്വാസം. ആദ്യത്തെ റൗണ്ട് എന്തായാലും UDF തന്നെയായിരിക്കും ലീഡ്. കാരണം തണ്ണിക്കടവ്, മത്തളപ്പാറ, മരുതവേങ്ങപ്പാടം ഈ 3 വാർഡുകൾ എന്ന് പറയുന്നത് UDF ശക്തി കേന്ദ്രങ്ങളാണ്. വഴിക്കടവ് പഞ്ചായത്ത് UDF ശക്തി കേന്ദ്രമാണ്. ആ വഴിക്കടവിലെ തന്നെ UDF ശക്തി കേന്ദ്രങ്ങളാണ് ആദ്യ റൗണ്ടിൽ എണ്ണുന്ന തണ്ണിക്കടവ്, മത്തളപ്പാറ, മരുതവേങ്ങപ്പാടം വാർഡുകൾ. അതുകൊണ്ട് എങ്ങനെ പോയാലും ആദ്യത്തെ 14 ബൂത്തുകളിൽ UDF ലീഡ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടതാ. എന്റെ ആദ്യത്തെ പ്രവചനം ആദ്യത്തെ റൗണ്ടിൽ UDF ലീഡ് ചെയ്യും. പ്രവചനശേഷി ഒന്നും വേണ്ടതില്ല എന്നുള്ളത് നേരത്തെ അങ്ങ് തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് അഭിലാഷ് മോഹന്റെ പ്രവചനം അവിടെ നിൽക്കട്ടെ. അല്ല, ഒറ്റ കാര്യം, 3 വോട്ടിന്റെ ലീഡേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തവണ UDF ലീഡ് ചെയ്യുമെന്ന് പറയുമ്പോഴും 3 വോട്ടിന്റെ ലീഡ് കഴിഞ്ഞ നിയമസഭാ ആരുടെ കളത്തിൽ ആദ്യത്തെ വോട്ട് മാറുന്നു എന്നത് വളരെ നിർണായകമാണ്. അന്ന് കോൺഗ്രസിൽ 2 ചേരി ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ കൃത്യമായ വിഭാഗീയതയുള്ള സ്ഥലമാണ് വഴിക്കടവ്. മുസ്ലിം ലീഗിലും അതൊക്കെ അത് പ്രതിഫലിച്ചു. ഇത്തവണ അത് ഉണ്ടാവില്ല എന്ന് നേതാക്കൾ ഫൈറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു വി പ്രകാശിന്. അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം എന്ത് ആവേശമാണുള്ളത്. ഇഞ്ചോടിഞ്ച് ഫൈറ്റ് വേണം. 5 വോട്ടിനാണെങ്കിൽ 5 വോട്ടിന് ജയിച്ചാൽ മതി. ഇവിടെ ആർക്ക് എത്ര വലിയ ഭൂരിപക്ഷം വേണ്ടത്? UDF ഭൂരിപക്ഷം വേണം, ഇല്ലെങ്കിൽ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. 1000-ൽ താഴെ വോട്ടിനാണ് UDF വിജയിക്കുന്നതെങ്കിൽ. പക്ഷേ എങ്കിലും ആ വോട്ട് പറഞ്ഞുകൊണ്ട് 5000 വോട്ടിന് താഴെയാണ് UDF വിജയിക്കുന്നതെങ്കിൽ, UDF ആണ് വിജയിക്കുന്നതെങ്കിൽ കേട്ടോ, UDF വിജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, 5000 വോട്ടിന് താഴെയാണ് UDF വിജയിക്കുന്നതെങ്കിൽ അത് UDF അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വിജയമായിരിക്കും. LDF രാഷ്ട്രീയ വിജയമായിരിക്കും. പിണറായി സത്തിന് എതിരെ എന്ന വലിയ ക്യാമ്പയിൻ, സർക്കാരിന് എതിരായ വലിയ ക്യാമ്പയിൻ, ആന്റി ഇൻകംബൻസി ഉണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന വലിയ ക്യാമ്പയിൻ. ആ ക്യാമ്പയിനൊന്നും വേണ്ട തരത്തിൽ ഏശിയില്ല എന്ന് പറയേണ്ടി വരും. 5000 വോട്ടിന് താഴെയാണ് UDF വിജയിക്കുന്നതിൽ. UDF വിചാരിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് 15000-ന് മുകളിലുള്ള ഒരു തിളക്കമുള്ള വിജയം തന്നെയാണ്. LDF സംബന്ധിച്ച് ആശ്വാസം എന്ത്, ഒരു വോട്ടിനെങ്കിലും വിജയിച്ചാലും അവിടെ എന്നുള്ളതാണ് LDF തുടക്കം മുതൽ പറയുന്ന കാര്യം മാറ്റി പറയാൻ പറ്റുമെങ്കിൽ ശരി. PV അൻവർ ഫാക്ടറേ അല്ല, തെരഞ്ഞെടുപ്പിന്റെ വിഷയമേ അല്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. 2 തവണ LDF-നൊപ്പം നിന്നൊരു മണ്ഡലം തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേവർഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേവർഷം കയ്യിൽ നിന്ന് പോകുന്നത് LDF ക്ഷീണമൊക്കെ ആയിരിക്കും. ശരി, പറഞ്ഞു വെക്കാൻ പലവിധ ന്യായങ്ങൾ ഉണ്ടാകും. അൻവർ ഫാക്ടറാണ്, സാമുദായിക കൂട്ടുകെട്ടാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മാനമാണ്, ഇതൊക്കെ പറയാൻ കഴിയുമെങ്കിലും 99 എന്ന് പോയ ഉപതെരഞ്ഞെടുപ്പ് മുഴുവൻ പറഞ്ഞെടുത്ത് ഒരു കോട്ടം ഉണ്ടാവുക, അതും എം സ്വരാജിനെ തട്ടിക്കൊണ്ടൊരു കോട്ടം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ വില തന്നെയാണ് LDF എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDF-ന്റെയും വലിയ വില കൊടുക്കേണ്ടി വരുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റാൽ ഉണ്ടാവുന്നതിനേക്കാൾ ആഘാതം UDF തോറ്റാലാണ് ഉണ്ടാവുക. UDF സംബന്ധിച്ച് അത് UDF തന്നെ ഉലച്ചു കളയുന്ന തോൽവിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. LDF സംബന്ധിച്ച് ഇത് ഒരു ടിപ്പിക്കൽ UDF കോൺസ്റ്റിറ്റ്യുവൻസി ആണ് എന്ന് പറഞ്ഞു നിൽക്കാം. മധു പറഞ്ഞതുപോലെ 99-ൽ നിന്ന് 98-ലേക്ക് കുറയുന്നു എന്നൊരു സൈക്കോളജിക്കൽ പ്രശ്നമുണ്ട്. പക്ഷേ 20,000-ന് മുകളിലാണ് ഭൂരിപക്ഷമെങ്കിൽ നിശ്ചയമായും കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ്. പിണറായി 3.0 എന്നുള്ളത് നടക്കില്ല എന്നൊരു നറേറ്റീവ് വരും. അതുകൊണ്ട് ഭൂരിപക്ഷം എന്നുള്ളതും നിർണായകമാണ്.